കോക്രോച്ച് ജനതാ പാർട്ടി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പുതിയ സെൻസേഷൻ. നിങ്ങളൊക്കെ ചേർന്നോ പാർട്ടിയിൽ? ചേരാൻ ചില യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. പണിയില്ലാത്തവരായിരിക്കണം, മടിയന്മാരും മടിച്ചുകളുമായിരിക്കണം. അതുകൊണ്ട് ചേരാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ സംഭവം കയറിങ്ങ് കത്തി. ഇവരൊക്കെ പണിയില്ലാത്തവരും മടിയന്മാരും ഒന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ ചേരാനുള്ള യോഗ്യതയായി മടിയും തൊഴിലില്ലായ്മയൊക്കെ നിശ്ചയിച്ചത്? അതൊരു പ്രതിഷേധമായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനോടുള്ള പ്രതിഷേധം. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ച പാറ്റ പാർട്ടി അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിറവിക്ക് കാരണം. മെയ് 15-ന് ഡൽഹി ഹൈക്കോടതിക്കെതിരായ ഒരു ഹർജിയിൽ വാദം കേൾക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ വിവാദ പരാമർശം നടത്തിയത്. നാട്ടിൽ കുറെ യുവാക്കളുണ്ട്, പാറ്റകളെ പോലെ, ഒരു പണിയുമില്ല, മടിയന്മാരുമാണ്. അഭിഭാഷകരുടെ പദവിയുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു. പിറ്റേന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിച്ചു. വ്യാജ ഡിഗ്രിയൊക്കെ സംഘടിപ്പിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് വരുന്നവരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തോടുള്ള റെസ്പോൺസായി ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീം അംഗമായിരുന്ന അഭിജിത് ദിപ്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയത്. പകുതി തമാശയായും പകുതി പ്രതിഷേധമായും തുടങ്ങിയ കോക്രോച്ച് പാർട്ടി പക്ഷെ കൈരംഗ് കത്തി. യുവാക്കൾ ഏറ്റെടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ഫോളോവേഴ്സിന്റെ എണ്ണം 15 ലക്ഷം കടന്നു. ഇൻസ്റ്റ മാത്രമല്ല, എക്സും ഫേസ്ബുക്കും റെഡിറ്റും അടക്കമുള്ള എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടി കത്തിക്കയറി. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇവരുടെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ പൂട്ടിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അങ്ങ് തോറ്റെടുക്കാൻ CJP തയ്യാറായിട്ടില്ല. അടുത്ത അക്കൗണ്ട് എക്സിൽ വീണ്ടും ഇവർ തുറന്നിട്ടുമുണ്ട്. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും ഈ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഒട്ടും തമാശയല്ല. റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പാരിതോഷിക പദവികളൊന്നും നൽകരുത്, അവരെ രാജ്യസഭാ മെമ്പർമാർ ആക്കരുത്, ഒരു പൗരന്റെ വോട്ടവകാശം എടുത്തു കളഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശിക്ഷിക്കണം, സ്ത്രീകൾക്ക് 50% റിസർവേഷൻ വേണം, ക്യാബിനറ്റ് പദവികളിലും ഇത് നടപ്പിലാക്കണം, നിലവിലെ പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ വേണം വർധനവ് നടപ്പിലാക്കേണ്ടത്, ഗോധി മാധ്യമങ്ങൾക്ക് പകരം സ്വതന്ത്ര മാധ്യമങ്ങൾ വേണം. സംഗതി ചെറിയ കളിയല്ല. പേര് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണെങ്കിലും മൈക്രോ ലെവൽ പൊളിറ്റിക്സ് ആണ് ഇവർ പറയുന്നത്. ഇന്ത്യയെ മൊത്തത്തിൽ മാറ്റാൻ കെൽപ്പുള്ള മുദ്രാവാക്യങ്ങൾ. പക്ഷെ എന്താവും ഈ പാർട്ടിയുടെ ഭാവി? ഇതൊരു ഇൻസ്റ്റാ സെൻസേഷനായി അങ്ങ് അവസാനിക്കുമോ? അതോ ജനകീയ മുന്നേറ്റമായി തെരുവിലേക്ക് പടരുമോ? ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്. 2010-11 കാലഘട്ടത്തിൽ ഉത്ഭവിച്ച അറബ് വസന്തം, ഏതാണ്ട് അതേ കാലത്തുണ്ടായ ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ് മൂവ്മെന്റ്, ഇവയെല്ലാം ഇന്റർനെറ്റിൽ നിന്ന് തെരുവുകളിലേക്ക് ആളിപ്പടർന്ന മൂവ്മെന്റുകളാണ്. 2011 സെപ്റ്റംബറിൽ കനേഡിയൻ പ്രസിദ്ധീകരണമായ ആർട്ട് ബസ്റ്റേഴ്സ് ഓൺലൈനിൽ നടത്തിയ ആഹ്വാനമായിരുന്നു ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ്. മണിക്കൂറുകൾക്കുള്ളിൽ ഇന്റർനെറ്റിൽ വൈറലായ ഈ ആഹ്വാനം ഞെട്ടിക്കുന്ന വേഗത്തിലാണ് തെരുവിലേക്ക് പടർന്നത്. സാമ്പത്തിക അസമത്വത്തിനും കോർപ്പറേറ്റ് ചൂഷണത്തിനുമെതിരെ സംഘടിക്കുക എന്ന ആഹ്വാനമായിരുന്നു ഒക്യുപ്പൈ വാൾ സ്ട്രീറ്റ്. അമേരിക്കയിലെ തെരുവുകളിലേക്ക് ജനങ്ങൾ കൂട്ടമായി ഒഴുകിയെത്തി. വമ്പിച്ച ജനരോഷത്തിന് ലോകം സാക്ഷിയായി. അറബ് സ്പ്രിംഗിന്റെ തുടക്കം പക്ഷേ തെരുവിൽ നിന്ന് തന്നെയായിരുന്നു. ടുണീഷ്യക്കാരനായ മുഹമ്മദ് ബൌസിസി എന്ന തെരുവ് കച്ചവടക്കാരൻ 2010 ഡിസംബർ 17-ന് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്താണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ അറബ് വസന്തത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത്. തെരുവിൽ പച്ചക്കറി വിറ്റ് ജീവിച്ചിരുന്ന മുഹമ്മദ് ബൌസിസിയുടെ ഉന്തുവണ്ടി മുനിസിപ്പാലിറ്റി അധികൃതർ പിടിച്ചെടുത്തതാണ് കടുത്ത തീരുമാനമെടുക്കാൻ ദരിദ്രനായ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത്. കടുത്ത സാമ്പത്തിക ചൂഷണവും അസമത്വവും നേരിടുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രതീകമായി മാറി മുഹമ്മദ് ബൌസിസി. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അറബ് വസന്തം പശ്ചിമേഷ്യയിലെങ്ങും ആളിപ്പടർന്നു. ഇത്രയും പറഞ്ഞത് നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഈ ആഗോള സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യാനൊന്നുമല്ല, മറിച്ച് ചരിത്രത്തിൽ സമാനമായ മുന്നേറ്റങ്ങളെ കുറിച്ച് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്റർനെറ്റിൽ നിന്നും തെരുവിലേക്ക് എത്തുമോ, അതോ ഒരു ഇൻസ്റ്റാ സെൻസേഷൻ മാത്രമേ അവസാനിപ്പിക്കുമോ എന്നറിയാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ചില വൈകാരിക നിമിഷങ്ങളിൽ ഞൊടിയിട കൊണ്ട് രൂപപ്പെടുന്ന ഇത്തരം മൂവ്മെന്റുകൾ ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുകയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷെ ചില മാറ്റങ്ങൾക്ക് ചാലക ശക്തിയായി മാറാൻ ഇത്തരം മൂവ്മെന്റുകൾക്ക് സാധിക്കും. പക്ഷെ അത് എന്ത് തരം സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിക്കുമെന്നത് കണ്ടറിയണം. അധികാരം കൈയാളുന്നവർ ഈ മൂവ്മെന്റുകൾ ഹൈജാക്ക് ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളഞ്ഞുകൂടാ.